DCB മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിൽ സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ആനുകൂല്യമാണ് 57 ലക്ഷത്തോളം പേർക്ക് ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി പെൻഷനുകളും. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, സർക്കാർ സഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന 16 ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ തുടങ്ങിയ പെൻഷനുകളാണ് സർക്കാർ വിതരണം ചെയ്യുന്നത്. നിലവിൽ മാസം 1600 രൂപയാണ് ക്ഷേമ പെൻഷൻ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം വരെയുള്ള ക്ഷേമ പെൻഷനുകളാണ് നിലവിൽ സംസ്ഥാനത്ത് വിതരണം ചെയ്തിട്ടുള്ളത്. ഈ പുതുവർഷത്തിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നീ 4 മാസങ്ങളിലെ പെൻഷൻ തുകയായി 6400 രൂപ വീതം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓരോരുത്തർക്കും സർക്കാർ നൽകുവാനായിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ ഈ ജനുവരിയിൽ തന്നെ വിതരണം ചെയ്യേണ്ട സാഹചര്യമാണ് സർക്കാരിനിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ലോക്സഭാ ഇലക്ഷന്റെ മുന്നോടിയായുള്ള പ്രചാരണത്തിലേക്ക് സംസ്ഥാനത്തെ വിവിധ പാർട്ടികളും കടന്നു കഴിഞ്ഞു. മാത്രമല്ല, പൊതു തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഫെബ്രുവരിയിൽ അവതരിപ്പിക്കുവാനുള്ള ബജറ്റ് ജനുവരി അവസാനം സംസ്ഥാനത്ത് അവതരിപ്പിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. ജനുവരി മാസം മുതൽ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക ചേർത്ത് വിതരണം ചെയ്യുന്നതിനുള്ള കഴിഞ്ഞ പ്രയത്നത്തിലാണ് സംസ്ഥാന സർക്കാർ. അതിനുള്ള പ്രധാന കാരണം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇപ്പോൾ ഹൈക്കോടതിയും പരിഗണിക്കുന്നുണ്ട്. 5 മാസത്തെ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മറിയക്കുട്ടി നൽകിയ കേസ് ഇനി ജനുവരി 10 വീണ്ടും ഹൈക്കോടതിയുടെ മുന്നിൽ തീരുമാനത്തിന് വരും. അന്ന് സംസ്ഥാന സർക്കാരോ ഹൈക്കോടതിയോ കുടിശ്ശിക പെൻഷൻ വിതരണത്തിന്റെ കാര്യത്തിൽ ഒരു നടപടിയെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു അവസരത്തിൽ തന്നെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കായി മറ്റ് 2 അറിയിപ്പുകളും കൂടി എത്തിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തിലെ വിധവാ പെൻഷനും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ലഭിക്കുന്ന അവിവാഹിത പെൻഷൻ സ്കീമിലും ഉൾപ്പെടുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സമയമെത്തിയിരിക്കുകയാണ്. എല്ലാ വർഷങ്ങളിലും ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചെങ്കിൽ മാത്രമേ ആ വർഷം മുഴുവൻ മുടങ്ങാതെ വിധവ അല്ലെങ്കിൽ അവിവാഹിത പെൻഷൻ ലഭിക്കുകയുള്ളൂ. എന്നാൽ 2024 ജനുവരി 1 60 വയസ്സ് പൂർത്തിയാവുകയോ അതിൽ കൂടുതൽ പ്രായമുള്ളവരോ ഇത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. 60-ൽ താഴെ പ്രായമുള്ളവർ മാത്രം അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അപേക്ഷിച്ച് വില്ലേജ് അധികാരികളിൽ നിന്നും ലഭിക്കുന്ന വിവാഹിത ആയിട്ടില്ല അല്ലെങ്കിൽ പുനർവിവാഹിത ആയിട്ടില്ല എന്ന സാക്ഷ്യപത്രം ആധാറിന്റെ കോപ്പിയോടുകൂടി പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിൽ നൽകേണ്ടതാണ്. അർഹതയുണ്ടായിട്ടും കഴിഞ്ഞ 1-2 മാസമായി പെൻഷൻ ലഭിക്കാതെ പോകുന്നവരുമുണ്ട്. കഴിഞ്ഞ വർഷം സർക്കാർ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന മസ്റ്ററിംഗ് നടത്തിയിട്ടും അത് ചെയ്യാതെ പോയവരാണവർ. ഇത്തരക്കാർക്കാണ് ജൂലൈ, ആഗസ്റ്റ് പെൻഷൻ ലഭിക്കാതെ പോയത്. ഇത്തരക്കാർക്ക് അക്ഷയ കേന്ദ്രത്തിൽ ഇനി മുതൽ എല്ലാ മാസത്തെയും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ മസ്റ്ററിങ്ങിന് സൗകര്യമുണ്ടായിരിക്കും. ജനുവരിയിൽ മസ്റ്ററിംഗ് ചെയ്യുന്നവർക്ക് ഇനി മുതൽ വിതരണം ചെയ്യുന്ന സെപ്റ്റംബർ മുതലുള്ള പെൻഷൻ ലഭിക്കും. എന്നാൽ മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം കുടിശ്ശികയായ ജൂലൈ, ഓഗസ്റ്റ് പെൻഷൻ ലഭിക്കുന്നതല്ല. ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. ഏകദേശം 3 ലക്ഷത്തോളം പേർ ഇക്കാര്യങ്ങൾ ചെയ്ത് വീണ്ടും പെൻഷൻ പട്ടികയിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. എന്നാൽ അർഹരായ ഒരുപാട് പേർ ഇപ്പോഴും പെൻഷൻ പട്ടികയ്ക്ക് പുറത്താണ്. അങ്ങനെയുള്ളവർ എത്രയും വേഗം മസ്റ്റർ ചെയ്ത് പെൻഷൻ ലഭ്യമാക്കേണ്ടതാണ്. 2024 ഇനി എല്ലാവർക്കും പെൻഷൻ മസ്റ്ററിംഗ് ഉണ്ടാകുമോ എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. അറിയിപ്പ് വരുമ്പോൾ ഷെയർ ചെയ്യുന്നതാണ്. ജനുവരി അവസാന ആഴ്ചയിൽ ബജറ്റ് വരുമെന്നും പെൻഷൻ തുകയിൽ നേരിയ വർധന ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ബജറ്റിൽ പെൻഷൻ തുക ലഭിച്ചാലും പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ 2024 മുതലായിരിക്കും പുതിയ പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുക. വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക.